എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് കേരമീൻ ഉപയോഗിച്ചുള്ള നല്ലൊരു കിടിലൻ അച്ചാറാണ്. അപ്പോൾ നല്ല കട്ടിയുള്ള മീൻ വെച്ച് ഏത് മീൻ ഉപയോഗിച്ച് വേണമെങ്കിലും നമുക്ക് അച്ചാർ ഉണ്ടാക്കാം. അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണണം, ഇൻഗ്രീഡിയൻസ് ഒന്നും വിട്ടുപോകാതിരിക്കുന്നതിനാണ്. അപ്പോൾ നമുക്ക് കേരമീൻ ഉപയോഗിച്ചുള്ള അച്ചാറിൻ്റെ റെസിപ്പിയിലേക്ക് പോകാം. മീനച്ചാർ തയ്യാറാക്കുന്നതിനായി 1/2 കിലോഗ്രാം കേരമീനാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഇതേപോലെ ചതുര പീസായിട്ടാണ് വെട്ടിയെടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിൻ്റെ ഉപ്പും മുളകൊക്കെ പിടിക്കുന്നതിന് വേണ്ടി അരമണിക്കൂർ മാറ്റി വയ്ക്കാം. ഒരു പാൻ വെച്ച് ചൂടായതിനു ശേഷം ഇതിലേക്ക് 200 ഗ്രാം നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ല ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് മീനിൻ്റെ പീസുകൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് വറുത്തെടുക്കാം. മീൻ കഷ്ണങ്ങൾ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ വേണം ഇട്ട് കൊടുക്കേണ്ടത്. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് വേണം ഇത് വറുത്തെടുക്കേണ്ടത്. ഒരു ഭാഗം നന്നായി മൊരിഞ്ഞു വന്നതിന് ശേഷം മറിച്ചിട്ട് 2 വശവും നല്ല ഫ്രൈ ആയി വന്നതിന് ശേഷം ഇത് കോരി മാറ്റിയെടുക്കാം. എല്ലാ കഷ്ണങ്ങളും ഇതുപോലെ തന്നെ വറുത്തെടുക്കാം. ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉലുവയും ചേർത്ത് കൊടുക്കാം. ഇത് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ചേർക്കാം. ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഒരു വലിയ വെളുത്തുള്ളി മുഴുവനായി എടുത്തിട്ടുണ്ട്. കൂടെ 8 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇതിൽ 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നന്നായി ഒന്ന് വാട്ടിയെടുക്കാം. വെളുത്തുള്ളിയൊക്കെ നന്നായി വാടി വന്നതിന് ശേഷം തീ ലോ ഫ്ലെയിമിലാക്കി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് വിനാഗിരി കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് തിളപ്പിക്കണം. തിളച്ച് വന്നതിന് ശേഷം വറുത്ത് വെച്ച മീൻ കഷ്ണങ്ങളിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. മീൻ കഷ്ണത്തിലേക്ക് മസാലയെല്ലാം പിടിക്കുന്നതിന് വേണ്ടി 2 മിനിറ്റ് ലോ ഫ്ലെയിമിലേക്ക് വയ്ക്കാം. അര ടീസ്പൂൺ ഉലുവ പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്ത് ഇളക്കിയതിന് ശേഷം തീ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ടേസ്റ്റിയായ മീനച്ചാർ തയ്യാറായി കഴിഞ്ഞു. വളരെ ഡ്രൈ ആയിട്ടുള്ള അച്ചാറാണിത്. അതുകൊണ്ട് നമുക്കിത് മാസങ്ങളോളം കേടുകൂടാതെ സൂക്ഷിച്ച് വയ്ക്കാൻ കഴിയും.
നനവില്ലാത്ത ചില്ലുകുപ്പിയിലിട്ട് വെച്ചത് നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസ് ആയിട്ട് രേഖപ്പെടുത്തണം. ആദ്യമായി ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ പുതിയ റെസിപ്പിയുമായി കാണാം. താങ്ക്